ഈ അടുത്തൊരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടു. ആക്ച്വലി അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല, അതിൻ്റെ പിന്നാമ്പുറം ഒന്നും ഞാൻ തേടിപ്പോയിട്ടില്ല. പക്ഷേ അതിലുള്ള കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതിലെ കോണ്ടന്റ് ഇങ്ങനെയായിരുന്നു: 2015 വേൾഡ് കപ്പ് റിട്ടേൺ ബൈ ചൈന. 2050 വേൾഡ് കപ്പ് ചൈന രചിക്കും, അല്ലെങ്കിൽ ചൈന കപ്പടിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ ഭയങ്കരധികം ആശ്ചര്യപ്പെടുത്തി. കാരണം ചൈന എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പിൽ അങ്ങനെ പൊതുവെ ക്വാളിഫൈ ചെയ്യാത്തൊരു രാജ്യമാണ്. ആകെ ഒരൊറ്റ തവണ മാത്രമേ ചൈന വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു രാജ്യം 2050 വേൾഡ് കപ്പ് അടിക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം അർജന്റീന, ബ്രസീൽ പോലത്തെ മാരക ടീമുകളുള്ള വേൾഡ് കപ്പിൽ അവർ ക്വാളിഫൈ ചെയ്തിട്ട് അവർ കപ്പ് നേടിയെടുക്കുമെന്ന് അവരിപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല, അത് 2050 അവർ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി ഈ വർഷം 2025, ഇനി 25 വർഷത്തോളം അങ്ങോട്ട് സമയമുണ്ട്. പൊതുവേ ഒരു വേൾഡ് കപ്പിലുള്ള പ്ലെയേഴ്സിൻ്റെ ഏജ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20, 21, 22, 23, 24, 25 ആ ഒരു ലെവലിലുള്ള ഏജ് ഓഫ് പീപ്പിൾസ് ആയിരിക്കും വേൾഡ് കപ്പിൽ കളിക്കുന്ന ആളുകളെന്ന് പറയുന്നത്. അങ്ങനെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ ഈ 2050 വേൾഡ് കപ്പിൽ ചൈനയിലെ പ്ലെയേഴ്സായിട്ട് മത്സരിക്കേണ്ട പല ആളുകളും ഇന്ന് ജനിച്ചിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം ഇത് 2025 2050 വേൾഡ് കപ്പിൽ കളിക്കേണ്ട ആളുകൾ ആക്ച്വലി എന്ത് ചെയ്തിട്ടില്ല, നിലവിൽ ജനിച്ചിട്ടില്ല. അവരിനി ജനിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ദീർഘവീക്ഷണത്തോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവരാ ഒരു വേൾഡ് കപ്പിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പല രാജ്യങ്ങളും ചെയ്യുന്നത്. നമ്മളിലും പല ആളുകൾ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെല്ലാവരും കോമൺലി എങ്ങനെയാണ്, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അതിൻ്റെ പിറ്റന്നാൾ ചെയ്യാം, അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ആളുകളായിരിക്കും. പക്ഷെ എല്ലാവരും അത്തരക്കാരല്ല. പല ആളുകളും നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. അവർക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടാറുണ്ട്. ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങളുടെ ഫാമിലി സർക്കിളോ ഫ്രണ്ട്സ് സർക്കിളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിപ്പീറ്റ് +2 കഴിഞ്ഞിട്ട് IIT, NIT, ഐസർ, നെയ്സർ, ജിമ്മർ, IISc പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ റിപ്പീറ്റിന് പോകുന്നത്. അതിൽ തന്നെ ചില വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്ക് ആ വർഷം കിട്ടില്ല, എന്നിട്ട് അവരെന്ത് ചെയ്യും, റിപ്പീറ്റിന് പോകും. അതായത് വീണ്ടും ഒരു കൊല്ലം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒത്തിരി പിള്ളേർ നമ്മളെ പരിചയത്തിലും നമ്മളെ കൂട്ടത്തിലൊക്കെ ആയിട്ട് നമ്മൾ പല ടൈമിൽ കണ്ടിട്ടുണ്ടാകും. ആക്ച്വലി അവർക്ക് അവിടെ ഒരു വർഷം എന്ത് ചെയ്യാണ്, അവരുടെ ജീവിതത്തിലെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വർഷം നഷ്ടപ്പെടുകയാണ്. അതേസമയം അവർ വളരെ നേരത്തെ തന്നെ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വളരെ നേരത്തെ തന്നെ അവർ പഠിച്ചു തുടങ്ങിയിട്ട് കൃത്യമായിട്ടുള്ളൊരു പാഷനും ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി സെറ്റ് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ +2 കഴിയുമ്പോഴേക്കും അവർക്ക് ഓൺ ഗോയിങ്ങിൽ തന്നെ ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അവിടെ അവർക്ക് ഒരു വർഷം ലാഭിക്കാൻ പറ്റും. ഇനി അതല്ല, അവർ റിപ്പീറ്റിന് പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് നല്ല ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിയിട്ട് ഹൈ റാങ്കോട് കൂടി അത് ക്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ എങ്ങനെയായാലും അത് നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ, നേരത്തെ തുടങ്ങുക എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2050 വേൾഡ് കപ്പിന് 2025 തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളും എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും വളരെ നേരത്തെ തന്നെ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതിന് നിലവിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച്. NEET, JEE പോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് വളരെ സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് ബേസിക്സ് എല്ലാം തറുവാക്കി പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ച്. 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ അക്കാദമിക് സിലബസിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നല്ല മികച്ച അധ്യാപകർക്ക് കീഴിൽ പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകത. അതിന് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ അതുപോലെ തന്നെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് അവരോടൊക്കെ ഈ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചിട്ട് ഇതിൻ്റെ ഗൗരവം അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് മേ ബി അവർക്ക് അറിയുന്നുണ്ടാവും, അവരോടൊന്ന് ചർച്ച ചെയ്തിട്ട് വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് വളരെ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ പേക്കപ്പ് ആക്കുക. സോ സീ യു സൂൺ. നിങ്ങളുടെ സ്വന്തം ഫസിൽ അർക്കൽ. ഗുഡ് ബൈ.